ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സാധാരണ നമ്മളെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഉമ്മ ഉണ്ടാവും, അല്ലെങ്കിൽ ചക്കര ഉണ്ടാവും, ലനമോലുണ്ടാവും, വാപ്പുണ്ടാവും, അങ്ങനെ നമ്മളെ വീട്ടിലുള്ളവരെന്നെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ ഉള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ നമ്മുടെ ഓൾറെഡി ഉള്ള സബ്സ്ക്രൈബേഴ്സിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. എന്നാലും പുതിയ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പിന്നെ ഉള്ളതിൽ തന്നെ അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കായിട്ട് പരിചയപ്പെടുത്താൻ ഇത് നിൽക്കുന്നത് മാമനാണ്, അതായത് ഉമ്മയുടെ സഹോദരനാണ് കൂടെ നിൽക്കുന്നത്. അത് വടക്കോട്ടൊക്കെ അമ്മാവനെന്ന് പറയും, ഉമ്മയുടെ സഹോദരനെ അമ്മാവനെന്ന് പറയും. അപ്പോൾ അമ്മാവനാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് മാമായം കൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേര് കേട്ടോ, ഒട്ടുമിക്ക ആൾക്കാരിലും നമ്മളെ മാമനൊക്കെ ഉള്ള വീഡിയോസിലൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഒരു ചോദ്യം. എന്തെന്നറിയോ? നമുക്കറിയാം എന്താണെന്ന്, കമൻറ്റുകൾ കണ്ടിട്ടുണ്ടല്ലേ? അതായത് ചോദ്യമുണ്ട്. അപ്പോൾ ആ ചോദ്യം വരാറുണ്ട്. അതായത് മാമനുള്ള വീഡിയോസിലൊക്കെ ആ ഒരു ചോദ്യം ഒരുപാട് കമൻ്റായിട്ട് പറഞ്ഞത് മാമൻ കണ്ടിട്ടുണ്ടെന്നാണ് പറയണത് കേട്ടോ. അത് മാമനെന്നല്ല, ഞാനും കണ്ടിട്ടുണ്ട്, വീഡിയോ കാണുന്ന നിങ്ങളും കണ്ടിട്ടുണ്ടാവും, ആ കമൻറ്റ് സെക്ഷൻ നോക്കുന്ന എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ചോദ്യം എന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല, അതിനകത്ത് പറഞ്ഞ ഏറ്റവും മിക്ക ആൾക്കാരും ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാമനെ മാത്രമേ കാണുന്നുള്ളല്ലോ, മാമി എവിടെ, മാമൻ്റെ വൈഫ് എവിടെ എന്നുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അല്ലേ? മാമി എവിടെ, മാമി എവിടെ എന്നുള്ള ചോദ്യം. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നേ വരെ ഒരു റിപ്ലൈ നമ്മുടെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മളെ വീഡിയോയിലോ ഞാൻ തന്നിട്ടില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫാമിലിയിലുള്ള കാര്യം അല്ലെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്താണെങ്കിലും എനിക്ക് ധൈര്യമായിട്ട് അതിൻ്റെ ഉത്തരം പറയാൻ പറ്റും. പക്ഷേ മാമനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ മാമിയെ പറ്റിയിട്ടോ ബാക്കിയുള്ള ആരെങ്കിലും പറ്റി ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഉത്തരം തരണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പെർമിഷൻ വേണം. അതെന്ന് പറയുന്നത് വേറൊരാളുടെ ലൈഫാണ്, വേറൊരാളുടെ പ്രൈവസിയാണ്, അവരുടെ കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ അതിനുള്ള ഉത്തരം തരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മാമൻ്റെ കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും മാമൻ്റെ അഭിപ്രായം വേണ്ടിയിട്ട് അവരോട് ചോദിച്ചിട്ട് തന്നെ പറയണം. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങളിൽ കുറേ ആൾക്കാർ ഉത്തരം കൊടുക്കുന്നുണ്ട്. എന്താണെന്നറിയാം ഉത്തരം? അത് നമ്മളെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാരാവും. അവർ കൊടുക്കുന്ന ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവോഴ്സ്ഡ് ആണ് എന്നാണ് അവർ കൊടുക്കുന്ന ഉത്തരം. അപ്പോൾ കുറേ ആൾക്കാർ വെച്ചിട്ടുണ്ട് മക്കളിലേന്ന് വെച്ചിട്ടുണ്ട്, മാമക്ക് ഒരു മോളുണ്ടായിരുന്നു അല്ലേ? അതിൽ മോളുണ്ടായിരുന്നു. അപ്പോൾ മാമൻ്റെ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുറേ നാളായല്ലോ, കഴിഞ്ഞതാണ്. 2024 ഡിവോഴ്സായി. അപ്പോൾ ആ ബന്ധം അവിടെ അവസാനം ചെയ്തൊരു മോളുണ്ട്. എത്ര വയസ്സാണ്? 7 വയസ്സാവും. ഏപ്രിൽ 7 വയസ്സാവും. അപ്പോൾ അതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് വേറൊന്നുമില്ല, അതിനകത്ത് ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. കാരണം മാമയുള്ള വീഡിയോസിലൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അപ്പോൾ ഇനിയും വീണ്ടും എന്താണ് ബന്ധം പോയത് അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ആയത്, അതൊന്നും ദയവേദന ചോദിക്കാൻ നിൽക്കരുത്. അതൊക്കെ വീണ്ടും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ പറഞ്ഞത് തന്നെ കുറച്ച് അധികമാണ്. ഞാൻ അല്ല കുറച്ച് അധികമായിട്ട് മാമൻ്റെ കാര്യം തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അതിനെന്താണ് ഇനി കാരണം ഡിവോഴ്സ് ആയെന്ന് അതിന് ദയവേദന ആരും ചോദിക്കാൻ നിൽക്കരുത്. ഇപ്പോൾ കാര്യം ഇങ്ങനെ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞത് വേറെ കുറച്ച് കാര്യങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും സംഭവം നമ്മളെ കമൻറ്റ് ബോക്സിലുള്ളതുപോലെ ആൾക്കാർ പറഞ്ഞ പോലെ തന്നെ ഡിവോഴ്സിലാണ്, സംഭവങ്ങളെല്ലാം ശരി തന്നെയാണ്. അപ്പോൾ അതിന് ശേഷം പിന്നെ പുതിയൊരു അതിഥികൾ 2 അതിഥികൾ കൂടി വന്നിട്ടുണ്ട്. അതായത് ഡിവോഴ്സിൽ എന്ന് പറയുമ്പോൾ ലീഗലി എല്ലാം പിന്നെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? കഴിച്ചു. രണ്ടാമതൊരു വിവാഹം കഴിച്ചതിൽ പിന്നെ ആരൊക്കെയാണ് ഉള്ളതിൽ? ഒരു മോന് കൂടിയുണ്ട്. എത്ര വയസ്സുണ്ട്? 9 വയസ്സായി. ഓക്കെ, മാഷാ അല്ലാഹ്. രണ്ടാമതൊരു വിവാഹം കഴിച്ചപ്പോൾ ഈ ഒരു വിവാഹബന്ധം അല്ലെങ്കിൽ പിന്നെ ഒരു കല്യാണം കഴിക്കുക അല്ലെങ്കിൽ ഒരു ഭാര്യയാവുക, മക്കളാവുക എന്നൊക്കെ പറയുന്നത് ഓരോ മനുഷ്യരുടെ ജീവിതത്തിൽ ഓരോ ടേണിംഗ് പോയിൻ്റ് അഥവാ വഴിത്തിരിവുകളൊക്കെ തന്നെയാണ്. അതിപ്പോൾ എൻ്റേതായാലും നമ്മുടെ കാണുന്ന ആൾക്കാരായാലും എന്തായാലും ശരി തന്നെയാണ്. പക്ഷെ അതേപോലെ തന്നെയാണ് ആ ഒരു ബന്ധം പോകുമ്പോഴും നമുക്കുള്ള വിഷമം എന്ന് പറയുമ്പോൾ, അതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തുള്ള തെറ്റുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ പാർട്ണറിൻ്റെ ഭാഗത്തുനിന്നുള്ള തെറ്റുകൾ ഉണ്ടാവാം. അതിപ്പോൾ ആരെ തെറ്റാണ് എന്താണ് അല്ല നമ്മളിപ്പോൾ അങ്ങനെ അത് ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. അതിപ്പോൾ ഇവർക്ക് പിന്നെ എല്ലാവർക്കും ഇവർക്ക് മാമനും മാമൻ്റെ പാർട്ണറിനും അറിയാം എന്താണ് അതിനുള്ള കാര്യങ്ങളെന്നോ അല്ലെങ്കിൽ അതിന് മുന്നോട്ട് പോകാൻ പറ്റുമോ പറ്റില്ല എന്നൊക്കെ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അവർക്കറിയാം. അതിനെപ്പറ്റി ഇപ്പോൾ ഞാനായാലും വേറെ ആരായാലും നമ്മളിങ്ങനെ എടുത്ത് അതിനെപ്പറ്റി ചോദിക്കേണ്ട ആവശ്യമില്ല. അതിപ്പോൾ അവർക്ക് ആ ഒരു തീരുമാനത്തിൽ എത്തണമെന്ന് തോന്നി, ആ ഒരു തീരുമാനത്തിലെത്തി. അതിനുശേഷം ഡിവോഴ്സായി ഏകദേശം എത്ര നാളായി? 2024 ഏകദേശം ഇപ്പോൾ 1.5 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പുതിയ 1 2 അതിഥികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പുതുതായിട്ട് കല്യാണം കഴിച്ചതിൽ ഒരു മകനും കൂടി കൂടെ തന്നെയാണ്. അതായത് മാമൻ്റെ കൂടെ തന്നെ നോക്കുകയാണ് അല്ലേ? മകള് മാസത്തിൽ 2 തവണ കോടതിയിൽ പോയി പ്രത്യേകം പെർമിഷൻ എടുത്തിട്ടുണ്ട്.
അപ്പോൾ മകളുടെ മാസത്തിൽ 2 ദിവസം എൻ്റെ കൂടെ 10 മണി മുതൽ 5 മണി വരെ എൻ്റെ കൂടെ ഉണ്ടാവും ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആദ്യത്തെ മകളെ എപ്പോഴും ഒഴിവാക്കിയെന്ന് ചോദിക്കും. മകളെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. മാസത്തിൽ 2 പ്രാവശ്യം മകളെ കൊണ്ടുവരാനും രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂടെ നിർത്താനും സ്പെൻഡ് ചെയ്യാനുമുള്ള ഓർഡർ പ്രത്യേകം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുറയ്ക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? മുറയായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ബേസിക് ആയിട്ടുള്ള മാമൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യം നിങ്ങളോട് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, പറഞ്ഞു. അപ്പോൾ ഇനി അതിനെപ്പറ്റി ആർക്കും ഒരു ഡൗട്ട് ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനി ഡൗട്ടുകൾ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തുകൊണ്ട് പോയി, എന്തിനു പോയി, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, വിവാഹബന്ധം മുറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ വരും എന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾ ചോദിച്ചോളിയും, അതിനുള്ള മറുപടി തരാൻ ഞാൻ ബാധ്യസ്ഥനാണ്, ഞാൻ പറയാം. പക്ഷേ വേറൊരാളുടെ കാര്യത്തിൽ നമ്മൾ അത്രത്തോളം ആത്മാർത്ഥത കാണിക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഞാൻ പോലും അങ്ങനെ ചോദിക്കാറില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ എല്ലാം അലല്ല, അത്രയേ ഉള്ളൂ. ഒക്കെ നല്ലതിന് എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാർ തന്നെയാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ എന്തായാലും ഒക്കെ നടക്കേണ്ട രീതിക്ക് അങ്ങനെ സംഭവിച്ചു. പിന്നെ നടക്കാനുള്ളത് അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഒക്കെ റാഹത്തായിട്ട് മുന്നോട്ട് പോവട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് മാമൻ്റെ വൈഫിനെയും മാമൻ്റെ മകനെയും നിങ്ങൾക്ക് കാണണം. അത് ഞാൻ എന്തായാലും കാണിച്ചു തരാം. അല്ലാതെ ഇത്ര കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പിന്നെ നമ്മളത് കാണിക്കാതെ പോയാൽ അത് മോശമല്ലേ? അപ്പോൾ അത് നിങ്ങൾ കാണണമല്ലോ. കാരണം ഇനി നമ്മളെ വീട്ടിൽ വരുമ്പോഴും നമ്മളെ വീഡിയോസിലൊക്കെ ഇനി വരുമ്പോഴൊക്കെ നിങ്ങൾ ചോദിക്കുമല്ലോ ഇതാരാണെന്ന്. അപ്പോൾ നമ്മൾ അതുകൂടി ഇപ്പോൾ കാണിച്ചു തരാം. അതുമാത്രമല്ല ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് ഒരു വിശേഷപ്പെട്ട ദിവസമാണ്. അതെന്താണെന്ന് ഞാൻ പറയണില്ല. എന്തായാലും മാമൻ്റെ വൈഫിനെയും മകനെയും പരിചയപ്പെടുത്തിയതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് അവിടെ നിന്ന് അതുകൂടെ സംസാരിക്കാം. പിന്നെ കുറച്ച് ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൂടെയൊക്കെ നമ്മൾ കാണാമല്ലേ? അപ്പോൾ നമുക്ക് നേരെ അവരെ കാണാം. അവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, നമ്മളെ വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഇവരാണ് മാമൻ്റെ കുട്ടിയും മാമൻ്റെ വൈഫും. അപ്പോൾ ഇനി അധികം ഞാൻ സംസാരിക്കുന്നില്ല, ഇവരോട് തന്നെ പേര് ചോദിക്കലും പരിചയപ്പെടലും കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഈ പ്രിയപ്പെട്ട മാമി. മുറ കൊണ്ട് മാമിയാണെങ്കിലും ഞാൻ മാമി എന്നങ്ങ് വിളിക്കില്ല കേട്ടോ. ഞാൻ ഇത്താന്നാണ് വിളിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു വന്നപ്പോൾ തന്നെ മാമിന്ന് വിളിക്കേണ്ട, അതൊക്കെ കുറച്ച് ഔട്ട് ഓഫ് ഫാഷനാണ്, ഇത്താന്ന് മതിയെന്ന്. മുറ കൊണ്ട് മാമിയാണെങ്കിലും പിന്നെ നമ്മൾ വിളിക്കണത്, ഞാൻ വിളിക്കണത് ഇത്താന്നാണ്. ഇങ്ങനെ റെസ്പെക്റ്റ് കൊടുത്താൽ മതിയല്ലോ, ഇന്ന് തന്നെ വേണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ആദ്യം വരെ പരിചയപ്പെടാം. പേര് പറയൂ. ഷബിന എന്നാണ് പേര്. അടുത്ത പേര് അസാൻ എന്നാണ്. നമ്മൾ വിളിക്കണത് അസു എന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ അവർക്ക് യൂട്യൂബ് ചാനൽ നിൽക്കാൻ ഒരു ചടപ്പുണ്ടോ? നിങ്ങൾക്ക് ഒരു മടിയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അസുവിന് അങ്ങനെയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ കുഴപ്പമൊന്നും ഇല്ലെന്നാണ് പറയണത്. അപ്പോൾ മാമിയുടെ ജോലി പറയൂ എന്താണെന്ന്. അക്കൗണ്ടന്റാണ് മാമി, അക്കൗണ്ടന്റാണ്. മാമ എഞ്ചിനീയറാണ്. അപ്പോൾ രണ്ടുപേരായി. അസു എന്താണ്? പഠിക്കുകയാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കണല്ലേ? ഓക്കെ, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? MGM സ്കൂൾ മംഗലാപുരത്താണ് പഠിക്കുന്നത്. ഇവരെ വീട് എന്ന് പറയുന്നത് എവിടെയാണ് പറയൂ? പോത്തങ്കോട്. അതായത് ട്രിവാൻഡ്രം ജില്ലയിലെ പോത്തങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരുടെ വീട്. അപ്പോൾ ഇനി മാമിയെ കണ്ടില്ല, മാമി എവിടെയെന്ന് ഇനി ആരും ചോദിക്കരുത്. അപ്പോൾ ഇതാണ് മാമി. ഏതാണ്? അതെ, എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ അതിൻ്റെ രീതിക്ക് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാമി എവിടെ, മാമയുടെ കുട്ടി എവിടെ എന്നുള്ള ചോദ്യമൊക്കെ ഇനി ഇവിടെ അവസാനിക്കുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ മാമൻ്റെ ഹാപ്പി ഫാമിലി അതാ അവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസത്തിനെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ടെന്ന് ഞാനും മാമയുടെ ഇൻട്രോ എടുത്തപ്പോൾ നമ്മളത് പറഞ്ഞായിരുന്നു. എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്നത്തെ ദിവസത്തിൽ പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് മാമിയും കൂടി ഇരുന്നിട്ട് നമ്മൾ പറയാനാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി മാമിയെ കൊടുക്കട്ടെ അല്ലേ? എന്താണ് അതിൻ്റെ മറുപടി? ഇന്ന് ബർത്ത്ഡേ ആണല്ലേ? അതന്നെ. അല്ല, അത് നമ്മൾ ചോദിക്കാൻ പാടില്ല. അതായത് ലേഡീസിന്റെ വയസ്സും ജെൻസിന്റെ സാലറിയും ഇത് രണ്ടും ചോദിക്കാൻ പറ്റൂല. ഇത് രണ്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള 2 ചോദ്യങ്ങളാണ്. ആണുങ്ങളുടെ ശമ്പളവും പെണ്ണുങ്ങളുടെ വയസ്സും ഇത് രണ്ടും ചോദിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ അതൊന്നും ചോദിക്കണില്ല. അപ്പോൾ ഏതായാലും ബർത്ത്ഡേ ആണ് അല്ലേ? ജനുവരി 25 അല്ലേ? 25 ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്തായാലും ഒരു ബർത്ത്ഡേ വിഷ് ഞാൻ തരികയാണ്. എന്താണ് വേറെന്താണ്? ഓക്കെ, അതായത് ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രയായി? ജനുവരി 12 കല്യാണം കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ സമയത്ത് നമ്മൾ വീഡിയോ ഇട്ടില്ലല്ലോ, ഒന്നും പറഞ്ഞില്ലല്ലോ നിജാസെ, നിങ്ങളിപ്പോൾ വിചാരിക്കുക. അന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ വീഡിയോയിൽ നിൽക്കാൻ എല്ലാവരെയും പോലെ താല്പര്യം ചിലപ്പോൾ എല്ലാ ആൾക്കാർക്കും ഉണ്ടാവണമെന്നില്ല. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ താല്പര്യം നമ്മൾ മാനിക്കണം. കാരണം ഒരു ഫംഗ്ഷൻ ആകുമ്പോൾ ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് താല്പര്യമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും, ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് വീഡിയോ എടുക്കാത്തതും. പിന്നെ വീഡിയോയിൽ പറയാത്തത് വേറൊന്നും ഉണ്ടല്ല,
ഇവരുടെ മൂന്നാളുടെ പെർമിഷൻ ചോദിച്ചിട്ട് ഇവരാണ് അതിന് പെർമിഷൻ തരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നിപ്പോൾ സ്വന്തം അല്ലെങ്കിൽ റമീസ് ആണെങ്കിലും അവൻ്റെ ഒരു കാര്യത്തിനാണെങ്കിലും എനിക്ക് അതിനകത്ത് പെർമിഷൻ ചോദിച്ചിട്ട് മാത്രമേ ഞാനത് ചെയ്യുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പബ്ലിക്കാണ്, സോഷ്യൽ മീഡിയയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി ചോദിച്ചിട്ടേ ഇടുള്ളൂ. അപ്പോൾ ഞാൻ അതിന് ശേഷം ഇവരോട് ചോദിച്ചു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ കഴിഞ്ഞിട്ട് നമുക്ക് മെല്ലെ സാവകാശ സമയം പോലെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഇവരെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എന്തായാലും മാമ പറഞ്ഞ പോലെ തന്നെ ജനുവരിയിൽ ഇവർക്ക് 2 പരിപാടി ആഘോഷങ്ങളുണ്ട്. ഒന്ന് വെഡിങ് ആനിവേഴ്സറി, ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ ഇന്നത്തെ ബർത്ത്ഡേ അല്ലേ വരും. അടുത്ത വർഷം കൊണ്ട് ഇൻഷാല്ലാ വെഡിങ് ആനിവേഴ്സറി വരും, ആഘോഷമാണ്. അത് പിന്നെ വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇപ്പോൾ ആദ്യത്തെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ രീതിക്ക് പിന്നെ സെറ്റ് ചെയ്യണം ഇൻഷാല്ലാ. അത് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മളിനി നേരെ ഇവരുടെ വീട്ടിലേക്ക്, മാമൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെറിയ രീതിക്കൊരു ബർത്ത്ഡേ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ 1-2 സർപ്രൈസ് ഗിഫ്റ്റും ഇവർക്ക് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താണെന്നൊന്നും അറിയില്ലല്ലോ, അതൊക്കെ അപ്പോഴും കണ്ടാൽ മതി. ഇപ്പം നമ്മളൊന്നും പറയൂല കേട്ടാ. ചക്കര ഒരു എന്തൊക്കെ ഗിഫ്റ്റൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ചക്കരയ്ക്ക് മാമിയാണല്ലോ, അപ്പോൾ ചക്കരയുടെ മാമിക്ക് വേണ്ടിയിട്ട് ചക്കരയും ഗിഫ്റ്റുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിൽ നിന്ന് അവർ വരുമല്ലേ, ഫാമിലി അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വീഡിയോയിൽ നിൽക്കുമോ അറിയില്ലല്ലേ, അത് നമുക്ക് അവരോട് ചോദിച്ചിട്ട് അവർ നിൽക്കുമെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്, മനസ്സിലായില്ലേ. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്കെന്നാൽ പോയിട്ട് കേക്ക് മുറിക്കൽ സെറ്റപ്പൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാണ്ട് എന്നാൽ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയി കുറച്ച് ബർത്ത്ഡേ വിശേഷങ്ങളെ കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എന്നാൽ പോലെ നമുക്ക് ഓക്കെ. അങ്ങനെ ബർത്ത്ഡേ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ കേക്ക് മുറിക്കണത് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, പിന്നെന്താണ് വീഡിയോയിൽ ആ കേക്ക് കട്ടിയുടെ ടൈമിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയിൽ നിൽക്കാൻ താല്പര്യം ഇല്ലാത്തവരൊക്കെ ആ സമയത്തുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല, ആ കേക്ക് കട്ട് ചെയ്യണ ആ ഒരു ഷോട്ട് എടുത്തില്ല ഞാൻ. കാരണം എത്രയും പേര് നിൽക്കുന്നത് കൊണ്ടേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കേക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് പിന്നെ ചക്കരയും മേമായും ഉമ്മായും അമ്മമായും എല്ലാവരെയൊക്കെ ഗിഫ്റ്റ് കൊടുക്കണത്. കുറേ പേര് കൊടുത്തത്, ഞാൻ ജസ്റ്റ് കുറച്ച് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ മാമൻ്റെ മോളും ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളും ഉണ്ടായിരുന്നു ആ ബർത്ത്ഡേയിൽ, ആ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അവളും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഭംഗിയായിട്ട്. അങ്ങനെ മാമ ഒരു പുതിയൊരു ലൈഫിലേക്ക് വീണ്ടും പിന്നെ മിങ്കിളായിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാഷാ അല്ലാഹ് നീ സന്തോഷത്തോടെ ഒരുപാട് കാലം മുമ്പോട്ട് പോട്ടെ എന്ന് ഞാൻ പിന്നെ അവർക്ക് നേരെയാണ് കേട്ടോ. എന്തായാലും വീഡിയോ കാണുമല്ലോ ഇനി എന്തായാലും. അപ്പോൾ എന്തായാലും റാഹത്തായിട്ട് നടക്കട്ടെ, എല്ലാം നല്ലതിന് ഹോപ്പ്, അത്രയേ ഉള്ളൂ. എല്ലാം നമ്മുടെ മനുഷ്യന്മാരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒക്കെ നന്നായിട്ട് പോട്ടെ, എപ്പോഴും നന്നായിരിക്കട്ടെ. നിങ്ങളുടെ കാര്യവും നമ്മളുടെ കാര്യം എല്ലാം നന്നായിരിക്കട്ടെ. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ചോദ്യത്തിനും ആ ഒരു ഡൗട്ടിനൊക്കെ ഉള്ള ഉത്തരം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതാണ് ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരും വരെ എല്ലാവർക്കും ബൈ ബൈ ബൈ. അസ്സലാമു അലൈക്കും.